ഉയർത്തി പിടിക്കുക, ചേർത്ത് വെള്ളത്തിൽ ഇങ്ങനെ താത്തുക, തുഴയ കണ്ട. അപ്പൊ ഇങ്ങനെ മാറി മാറി തുഴഞ്ഞാൽ ഫ്രണ്ടിലേക്ക് നേരെ പോകും. ഇനി അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇങ്ങൊന്ന് ഫ്രണ്ട് ആക്കിയ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തള്ളിയാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് കേട്ടോ. പിന്നെ ഇങ്ങനെ ലെഫ്റ്റിൽ മാത്രം നിങ്ങൾ തുഴഞ്ഞാൽ റൈറ്റിൽ തിരിയത്, അവിടെ മാത്രം തുഴഞ്ഞാൽ റൈറ്റ് മാത്രം തുഴഞ്ഞാൽ ലെഫ്റ്റിൽ അത് അമ്പലം വരെ പോയിക്കോളെ. കാലത്ത് നേരെ കിട്ടാം, നല്ല എന്താണ് പിന്നെ തോടാ തോടാ. ഹലോ ഹലോ ഹലോ, ഞങ്ങളെന്നെ ദൈവം കൊല ശ്രീദേവുണ്ട്. ഞാൻ കണ്ടത് പൊന്നവിടയിലില്ല പൂ. എല്ലാത്തിനും ആ പുള്ളില് കുളിക്കാം. ദേവതരം ഹലോ ഹലോ ഫോക്കസ് ഓൺ കരി. എവിടേക്ക്? അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് പോരെ, പോരെ. മസാല ദോശ, മസാല ദോശ. നല്ല ഡ്രൈ ഫ്രൈ. അതിനുണ്ട്
തമാശ പറയുന്നുണ്ടാ കഴിച്ചു നോക്കിട്ട് നല്ല മുരിഞ്ഞ സാധനം അടിച്ചെടുത്തിട്ടുണ്ട് 3D. 10 വാടക കൂടി പൊഴിഞ്ഞ മുട്ട പുഴുങ്ങിയ മുട്ട മസാല ദോശ. ഫുഡ് സീന രാവിലെ ഇഡ്ഡലി വട ദോശ ഇഡ്ഡലി വട ദോശ പൂരി. ബീഫ് എങ്ങനെയുണ്ട്? ബീഫ് പോലെ ചായ എങ്ങനെയുണ്ട്? ചായ പോലെ മുട്ട പൊളിക്കാൻ ആ ഇങ്ങനെയാണ് പൊളിക്കാൻ അവിടെ ഒരു കടിക്ക് ഇങ്ങനെയല്ല നീ മുട്ട തന്നെ അറിയൂ. മുട്ടി ചക്കമുട്ടി അങ്ങനെ മുട്ട എന്താ അതെനിക്ക് നിനക്ക് മനസ്സിലായി? അവനല്ല നാടകമായി ബ്രോയിലർ കോഴിയോ മുട്ട മനസ്സോ? ആ കടി കടി ജീൻസ് ചമ്മന്തി വെച്ചോ? ചമ്മന്തിയുടെ ഡെയിലി ഇവിടെ ബീഫ് അടിപൊളിയാ. ബീഫ് കാണുന്നുണ്ട്, കാശില്ലാണല്ലോ. കാശുണ്ടായിട്ട് വന്നോളൂ മസാല ഉണ്ടോ? മസാല കടയിൽ ഹലോ ഹായ്. മസാല എങ്ങനെയുണ്ട്? മസാല ദോശ നാടൻ മസാല ഇത് മാവിൽ നിന്നുണ്ടാക്കിയ ദോശ. മസാല ദോശ നാടൻ മസാല എല്ലാം എന്ന് പറഞ്ഞാൽ ചക്കൻ പറയും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഉഴുന്ന് അരച്ചിട്ടുണ്ടാക്കിയ മാവിൽ നിന്ന് ശുദ്ധമായ ദോശ. ക്യാപ്സിക്കൽ ദോശ 50 രൂപയ്ക്ക് കൊള്ളാം. ദോശ പറയുന്നു ഇത് 50 രൂപ. ബീഫ് കൂടെ ഒക്കെ ഉണ്ടോ? നമ്മുടെ ഹോട്ടൽ തീരത്തിന് പഴമ്പൊരു ബീഫ് അടക്കൊക്കെ ഒന്ന് വന്ന് കഴിച്ചു നോക്കാട്ടോ. സെറ്റാക്കാം. ബീഫ് എങ്ങനെയാണ് വിറകടുപ്പില്? ആ ഞങ്ങൾക്ക് വേറെ കിടപ്പാ. ബീഫ് അടിപൊളിയുണ്ട്. ഇത് എക്സ്പോർട്ട് ചെയ്യാറുണ്ടോ പുറത്തേക്ക്? ആ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മിക്ക സ്ഥലങ്ങളും ഇന്ന് ഞാൻ നോക്കണം. മിക്ക സ്ഥലം 5 കിലോ 4 കിലോ ഒന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഗ്യാരണ്ടി പറഞ്ഞില്ലേ നിങ്ങൾ കൊണ്ടുപോക്കണം. 3 ദിവസം കഴിഞ്ഞു. ഞങ്ങളൊരു വാഴലിൽ പൊഞ്ഞു തരും. എന്താ പേര്? എൻ്റെ പേര് ശശി എന്നമാണ്. ചെറിയ പേരാ. കരിമീൻ ചെമ്പല്ലി സാധനങ്ങൾ അവിടെ ഇവിടെ ഉറക്കോളാം. ബിരിയാണി ബിരിയാണി ഇന്നുണ്ട് ഉച്ചക്ക് 100 രൂപ ബിരിയാണി 4 പീസുകൾ അടക്കം. 4 പീസോ? ആ ഇന്ന് ചിലപ്പോൾ ഇനി ഉണ്ടാവില്ല ആ കുഴപ്പമില്ല. ബിരിയാണി ബിരിയാണി കഴിഞ്ഞു കഴിച്ചു. ചിലപ്പോഴേ ഇവിടെ ഞായറാഴ്ച മാത്രമാണ് പോകാം. അത് മുഴുവനും 10 ഞാൻ ലുലു കൊണ്ട് പിന്നെ ഞായറാഴ്ച മാത്രം ബിരിയാണി ഉള്ളൂന്ന് പറയുന്നത്. നമ്മൾ അകലെന്ന് വരുന്നതൊക്കെ ചോറിനാണ് വരിക. ബിരിയാണി തിന്നാനായിട്ട് ആരും ഇങ്ങോട്ട് വരില്ല. പറഞ്ഞ മനസ്സിലായി? അവിടുത്തെ മെയിൻ എന്താ? ബീഫ്. ആ ഇവിടെ ചോറ് ബീഫ് ചിക്കൻ കറി. ഈ പുഴയിലത്ത് മീനുണ്ടായില്ല. കരിമീൻ ചെമ്പല്ലി കളാഞ്ചി അതിനുള്ള വില വരും കേട്ടോ. കളാഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്മില്ലല്ലോ. കളാഞ്ചി ചെമ്മില്ലല്ലോ. അല്ലല്ല പുഴയിലെ രാജാവാണ് കളാഞ്ചി എന്ന് പറയുന്നത്. ഭയങ്കര വിലയാണ്. പിന്നെ രണ്ടാമത് വെക്കും ചെമ്പല്ലി കരിമീൻ. ഞങ്ങൾ ഇങ്ങനെ മുറിച്ച് വറക്കുന്ന പരിപാടിയില്ല. പുഴയിൽ നിന്ന് എന്ത് കിട്ടുന്നു ആ സാധനം കട്ട് ചെയ്യില്ല. കട്ട് ചെയ്യില്ലാച്ചാൽ വൃത്തിയാക്കിയിട്ട് അതോടുകൂടി അപ്പോൾ എവിടെ സ്ഥലം നിങ്ങളുടെ? ആ